പിന്നെ ഞാനിവിടെ പറഞ്ഞിരുന്നു കുതിരത്തുമാല. കുതിരത്തുമാല എന്ന് പറഞ്ഞാൽ മുനമ്പത്ത് ബീവി നേർച്ചപ്പാട്ടാണ്. അതിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഈ ബഹറിന്നൊഴുകി വന്നെത്തിയ ബീവിയാൾ മഹദിയാൾ ഇസ്മീനെ അറിയൂല ആരാലും. പേരും ഊരുമെന്ന് പറയാത്തൊരു ശവം ഇങ്ങോട്ട് കരക്കടിഞ്ഞു വന്നപ്പോൾ അതങ്ങ് മുനമ്പത്ത് എവിടെ വെച്ച് കുഴിച്ചു മൂടി. ആ മുനമ്പത്ത് ബീവിയുടെ പേരിൽ മുഹമ്മദ് മറ്റത്ത് എന്ന് പറയുന്ന ഒരു സുന്നി മൗലവി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, കുതിരത്ത് മാല. ആ കുതിരത്ത് മാല എന്ന പാട്ടുണ്ടാക്കിയപ്പോൾ മൂപ്പര് പറയുന്നു, എന്ത് മുഹമ്മദ് മറ്റത്തിൻ്റെ അടുക്കൽ മുജാഹിദീങ്ങൾ കൊണ്ടുപോയിട്ട് എന്തോ എഴുതി കൊടുത്തു. മറ്റത്തിന് മനസ്സിലായിട്ടില്ല എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നത് എന്ന്. നിങ്ങളെ പേര് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞതാണ്. അതല്ലാതെ എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് മുഹമ്മദ് മറ്റത്തിനോട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു. മുഹമ്മദ് മറ്റത്ത് എന്ന് പറഞ്ഞ ആൾ കുതിർത്തുമാല ഇത്. എന്നിട്ട് പിന്നെ എന്തേ മൂപ്പർക്ക് അറിയില്ലത്ര അതിൽ ആശയമൊന്നും. മുജാഹിദീങ്ങൾ ഒരു പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂപ്പരെടുത്ത് കൊടുത്തുത്രേ. ഒരു ആശയങ്ങൾ കുറേ ഉണ്ടാക്കി കൊടുത്തു, ഇതൊന്ന് പാട്ടിലാക്കി തരണം. അങ്ങനെ കുതിരത്തുമാല എന്നുള്ള പാട്ടുണ്ട്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഇത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ പ്രസ്സിൻ്റെ പേര് മൂടി വെച്ചു. എന്തൊക്കെ ബടായി അവിടെ പറഞ്ഞത് സുഹൃത്തുക്കളെ. എന്നിട്ട് മൂപ്പര് പറയണെന്ത് അറിയോ? ഒരു സത്യം ഇവിടെ മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നാദാപുരത്ത് വെച്ച് പേരോട് അത് സമ്മതിച്ചു. ആ സമ്മതിച്ച ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. എന്താണെന്നറിയോ? മുനമ്പത്ത് ബാജാറവും നമ്മളും തമ്മിൽ ബന്ധമില്ല. അൽഹംദുലില്ലാ, കേട്ടോളൂ. ഒന്നാം വിജയം. ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത് അറിയോ? എന്ന് മൗലവി എന്നെ ഇവിടെ വെച്ച് വായിച്ചിട്ടുണ്ട് സുന്നി വേദിയിൽ. ആ ജാറം കള്ളജാറാണ്, നിങ്ങൾ സമ്മതിച്ചോ? അൽഹംദുലില്ലാ, നിങ്ങളതെല്ലാരോടും ഒന്ന് പറയും. ഇവിടെ മാത്രം പ്രസംഗിച്ചാൽ പോരാ. മുനമ്പത്ത് ബീവി എന്നുള്ള ആളങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലേ? ആ ജാറം നിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ പൂങ്കാവനത്തിൽ എഴുതിയത്? പൂങ്കാവനം മാസികയിൽ എന്ന് ഞാൻ വായിക്കട്ടെ, എന്നേ നിങ്ങൾ പിൻവലിച്ചു എന്ന് കേൾക്കട്ടെ. 1980 കാലഘട്ടം. കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പുതുപന്നാനി മുനമ്പിൻ്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീ ജഡം പ്രത്യക്ഷപ്പെട്ടു. നഗ്നമായിരുന്ന ആ മൃതദേഹം തീരദേശത്തെ പഞ്ചാരമണൽ മറയ്ക്കുകയായിരുന്നുവത്രേ. 21 ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കിടന്നിട്ടും മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടുകൂടി മഹ്ളറ മസ്ജിദിന് സമീപത്തായി ഖബറടക്കുകയാണുണ്ടായത്. ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. മാറാരോഗികളിൽ ശമനം, ദരിദ്രമായിരുന്ന മുക്കുവക്കൂരകളിൽ സുഭിക്ഷത, നടുക്കടലിൽ കത്തിയെരിയുന്ന വെയിലേറ്റ് അടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവമായ ഉണർവ് എല്ലാം ചേർന്ന് പുതിയൊരു ചരിത്രത്തിൻ്റെ നാൾ വഴികളിലേക്ക് കടക്കുകയായിരുന്നു കടലോരവും കടലോരവാസികളും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, പുതുപൊന്നാനി മുനമ്പിൻ്റെ മുഖച്ഛായയിൽ ഒരു പൊൻശോഭയായി തെളിഞ്ഞു നിൽക്കുകയാണ് മുനമ്പത്ത് ബീവി മഖ്ബറ. ആശയറ്റവർക്ക് ആശാകേന്ദ്രമായി, ആലംബഹീനർക്ക് അവലംബമായി എന്ന് നിങ്ങളുടെ പൂങ്കാവനം മാസികയിൽ എഴുതിയിട്ട് അത് ഇപ്പം തെറ്റാണെന്ന് ഇവിടെ വെച്ച് സമ്മതിച്ചോ എങ്കിൽ നന്നായി. വളരെ നല്ല കാര്യം. നിങ്ങളതൊന്ന് പരസ്യമായി പറയണം. നിങ്ങളുടെ കീഴിൽ കുറേ മൊല്ലമാരവിടെ പൂജാരിമാരായിട്ട് നിൽക്കുന്നുണ്ട്. ആ ജാറത്തിൽ പോയിട്ട് ആ പൂജാരിമാരോട് ഉടനെ രാജിവെച്ചോളാൻ പറയണം. തന്നെയുമല്ല, നിങ്ങളുടെ മർക്കസിൻ്റെ സോവനീറിൽ നിങ്ങൾ കൊടുത്തത് ഞാൻ വായിക്കട്ടെ. എന്താ കേട്ടോ? ആഗ്രഹ സഫലീകരണം, പൈശാചികമായ അസുഖങ്ങൾക്കും മാറാരോഗങ്ങൾക്കും അത്ഭുത ഫലസിദ്ധി എന്നിവയിൽ പ്രസിദ്ധിയാർജിച്ച പുതുപൊന്നാനി മുനമ്പം ജാറം സന്ദർശിക്കുക. പുതുപൊന്നാനി മുനമ്പം ജാറം സന്ദർശിക്കുക എന്ന് മർക്കസുൽ ഉലൂമിൻ്റെ സോവനീറിലാ വന്നത്. ആ സോവനീറിന് അവതാരിക എഴുതി കൊടുത്തത് AP അബൂബക്കർ മുസ്ലിയാരാണേ. ഇനി ഇതും വേറെ AP അബൂബക്കറാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോ നിങ്ങൾ വലിയ സന്ദർശനത്തിന് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച ജാറവുമായിട്ട് ഇപ്പൊ നിങ്ങൾക്കുള്ള ബന്ധം എന്താ? ഒന്നും കൂടെ കേൾപ്പിക്ക്. ഇപ്പൊ അതുമായിട്ടുള്ള ബന്ധം എന്താ? എന്നാ ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. എന്നാ ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല.
ഇല്ലാന്ന് മനസ്സിലായില്ലേ? നല്ല കാര്യം ഇനി ബന്ധമുണ്ട് എന്ന് പറയില്ലല്ലോ. ശരി സുഹൃത്തുക്കളെ, തന്നെയുമല്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ ഫത്വ കൊടുത്തതോ, മൂപ്പര് കൊടുത്ത ഫത്വ എന്താ? മുനമ്പത്തെ ബീവി അടക്കമുള്ള അത്തരത്തിലുള്ള അറിയപ്പെടാത്ത ജാറങ്ങളെ സംബന്ധിച്ച് ഒരാൾ ചോദിക്കുമ്പോ വലിയ ആലിമുൽ അല്ലാമയായിട്ട് കൊടുക്കുന്ന ഫത്വ കേട്ടോളൂ, ഇവരുടെ അഖിലേന്ത്യാ മുഫ്തിയാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ അഭിമുഖം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പം മനസ്സിലാകും മുനമ്പത്തെ ജാറത്തെ അംഗീകരിക്കണോ വേണ്ടേ എന്ന്. ചോദ്യത്തിലെ കാതലായ വശം മുനമ്പത്ത് ജാറം എന്നുള്ളതല്ല, അറിയപ്പെടാത്ത ആളുടെ ശരീരം മറവ് ചെയ്ത സ്ഥലം എന്നാണ് ചോദ്യത്തിൻ്റെ കാതലായ വശം. ഇത് സംബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇമാം ഷഹറാനിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തൻ്റെ ജാമിഉ കറാമാത്തുൽ ഔലിയായിൽ എഴുതി കാണും. ആ ഖബറിൽ കിടക്കുന്ന ആള് ആരാണെന്ന് അറിയുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അരികിൽ സ്വാലിഹീങ്ങളായ സ്വലാഹിയത്തുള്ള നല്ല മനുഷ്യർ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, അവരൊക്കെ ഈ ഖബറുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, നല്ല കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതുപോലെ മുഅ്മിനീങ്ങളെല്ലാം ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നു. ഇങ്ങനെ കാണുന്നുവെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ അരികിൽ ഒരു മർദിയായ തൃപ്തിപ്പെട്ട ആളാണ് എന്നതിൻ്റെ അടയാളമാണത്. അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ കൽബുകളെ അള്ളാഹു ഈ ആളിലേക്ക് ചായിപ്പിക്കുകയില്ല. അപ്പം മുഅ്മിനീങ്ങളെ കൽബിന് ഒരു ആകർഷണം ഉണ്ടായത് ഈ ഖബറിൽ കിടക്കുന്ന ആള് നല്ല ആളായത് കൊണ്ടാണ്. പറഞ്ഞതെന്താ മനസ്സിലായില്ലേ? ധാരാളം ആലിമീങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതന്നെ അതിന് തെളിവ് അവിടുത്തെ നല്ല ആളാണെന്നില്ലെങ്കിൽ ഒരാൾ പോകില്ല. ഇതപ്പോൾ തെളിവ് ഇയാൾ പറഞ്ഞത് അത് മർദിയായ ആളായിക്കൊള്ളണമെന്നില്ല. കാരണം അത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. പിന്നെ മൂപ്പരതിൻ്റെ ഇടയിലൊന്ന് പറയണ്ടെന്നറിയോ, വെള്ളത്തിൽ വീണ ഒരു പെണ്ണ് എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം പെണ്ണ് വെള്ളത്തിൽ വീണത് എന്ന നിലക്ക് ഷഹീദ എന്നുള്ള നിലക്ക് നമുക്ക് പോകാൻ. എന്നാലും അങ്ങട്ടന്നെ ഷഹീദ, ഇങ്ങനെ വെള്ളത്തിൽ വീണോലൊക്കെ ഷഹീദ. ഇതിപ്പോൾ എങ്ങനെ മരിച്ച്, എന്താ മരിച്ച്, ആർക്കാ എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഇനിയിപ്പോൾ അവസാനം കുടുങ്ങിയാൽ രക്ഷപ്പെടാൻ വേണ്ടി അടിയിലൊന്ന് പറഞ്ഞിട്ടതാണ് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്.